വിജയം വാരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനി ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും. കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിനെ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോടും എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമേ ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോമിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷി അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോമിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുൽക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാംബരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോട് കൂടെ സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോമിശിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിലും നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോമിശിഹ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനിയക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയും. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോമിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീബാമരത്തിന് കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യ നരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴടങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗൊത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീബാമരത്തിൽ മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ മറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശു മരത്തിന്മേൽ തൂങ്ങി മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചല്ലണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നീതിമാനായ പിതാവേ, അങ്ങേ അനുരഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ ഗാഗുൽഥായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചെറിയ ചെറിയ ശബ്ദം അനുവദിക്കുമോ? പാട്ട് പാടാൻ പാടാം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ
അപരാധമെന്തു ഞാൻ ചെയ്തു? മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്ഥനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഫ്രാൻസിസ് ചേട്ടാ, ഈശ്വരശക്തിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തീർത്ഥയാത്ര എന്ന ഈ പ്രോഗ്രാമില് ഇന്നേ ദിവസം നമ്മോടൊപ്പം ആയിരിക്കുന്നത് പ്രിയപ്പെട്ട ജെനി ജോർജ് ആണ്. അദ്ദേഹം ഹോളി ഹോം മിനിസ്ട്രിയുടെ റിസർച്ച് ടീം അംഗവും സജീവ ശുശ്രൂഷകനുമാണ്. ഒപ്പം തന്നെ ജീസസ് യൂത്തിലും അതോടൊപ്പം തന്നെ വളരെ തീക്ഷ്ണമതിയായ ഒരു മിഷണറിയും ഒരു വലിയ കുടുംബത്തിലെ നാഥനുമാണ് ജെനി. അദ്ദേഹമാണ് ഇന്ന് തൻ്റെ ശുശ്രൂഷ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ട ജെനിയെ ശ്രവിക്കുവാനായി ഒരുങ്ങാം. ജെനി. താങ്ക് യു ഹൻസേട്ടാ. കേൾക്കാലല്ലേ? കേൾക്കാം. ഇച്ചിരി വെട്ടക്കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങള് ഇവിടെ ദേവാലയത്തിൽ നമ്മുടെ പട്ടവും ദേവാലയത്തില് ധ്യാനം കഴിഞ്ഞിട്ട് ധ്യാനത്തിന്റെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ്. ശംശയ്ക്ക് സ്തുതി അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ തീർത്ഥയാത്രയുടെ 39-ാം ദിനം. നാളെ നമുക്ക് ആ തീർത്ഥയാത്ര നാളെയോടുകൂടി ആ ഒരു പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ അവസാനിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു തീർത്ഥയാത്ര. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒരു തീർത്ഥാടനം നടത്തുന്നവരാണെന്ന് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം അതിന്റെ 23-ാമത്തെ അധ്യായം 50-ാമത്തെ വചനമാണ്. ആ ഒരു പാസേജ് നമുക്കൊന്ന് വായിക്കാം. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ പിലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. പ്രിയപ്പെട്ടവരെ, അരിമത്തിയക്കാരനായ ജോസഫിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതാണ്: അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അതോടൊപ്പം അവനൊരു ഡെസിഗ്നേഷൻ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവരുടെ ആലോചനാ സംഘത്തിലെ ഒരു വ്യക്തി കൂടിയായിരുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കാനും മറ്റുള്ള അല്ലെങ്കിൽ കൊല്ലാനൊക്കെയുള്ള തീരുമാനം എടുക്കാനും കൂടുന്ന ആലോചന സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ അതിലൊന്നും പങ്കുചേർന്നില്ല എന്ന് വചനം കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. പകരം അവൻ ചെയ്തൊരു കാര്യം, യേശുവിന്റെ ശരീരം ആ കുരിശിൽ നിന്ന് ഇറക്കി അത് കൊണ്ടുപോയി ഏറ്റവും മനോഹരമായിട്ട് സംസ്കരിച്ചു എന്നുള്ളതാണ്. അരിമത്തിയക്കാരനായ ജോസഫിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു ഇവിടെ. ദൈവം അവനെ ഏൽപ്പിച്ച ഒരു ദൗത്യം അത് ഇതായിരുന്നു: ക്രിസ്തുവിന്റെ ശരീരത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരം നടത്തുക എന്നുള്ളത്. അത് അവന്റെ ദൗത്യം, അല്ലെങ്കിൽ ആ ജോസഫിന്റെ ദൗത്യം ജോസഫ് ഏറ്റവും മനോഹരമായിട്ട് അത് നിർവഹിച്ചു. അതിലൂടെ അവന്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറി. അത് മാത്രമല്ല, ഇന്നോളമുള്ള തലമുറകൾ മുഴുവനും ആ പേര് ഓർത്തിരിക്കുന്നു. അല്ലെങ്കിൽ അരിമത്തിയക്കാരൻ ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ വലിയൊരു ആദരവും സ്നേഹവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമുക്ക് കാണാനാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദിസ സ്വീകരിച്ച ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തർ കടന്നു വന്നപ്പോൾ ആ ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. എന്താണ് നമ്മളെ ഓരോരുത്തരെയും മാമോദിസ സ്വീകരിച്ച നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം? ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ക്രിസ്തുനാഥൻ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിച്ചിരിക്കുന്നത്. ഈ നോമ്പ് കാലത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 40 ദിവസമായിട്ട് നമ്മുടെ ഈ തീർത്ഥയാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഓരോ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ
അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കുന്ന ആ ദൗത്യം, അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്ന ആ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള വലിയ ആ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മ. ഇപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലായാലും അവിടെയൊക്കെ ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ 2022 കാലഘട്ടത്തിലായിരുന്നു, കൊറോണയുടെ ഒരു കാലഘട്ടം അവസാനിക്കുന്ന സമയത്തൊക്കെ എന്റെ ഭാര്യ 6ാമത്തെ കുഞ്ഞിനെ പ്രകണ്ടായിരിക്കുന്ന സമയം. ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 6 കുഞ്ഞുങ്ങളും ജനിച്ചത് സിസേറിയനിലൂടെയാണ്. 6ാമത്തെ കുഞ്ഞിനെ പ്രകണ്ടായിരിക്കുന്ന സമയത്ത് ഏകദേശം 6-7 മാസമൊക്കെ ഗ്രൗണിയായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ട് മിഷന് പോകാൻ ദൈവം ഒരു അവസരം നൽകി. ഞങ്ങൾ ഇവിടെ നിന്ന് മധ്യപ്രദേശിലെ ഖാണ്ഡവ എന്ന് പറയുന്ന സ്ഥലത്ത് 1 മാസത്തേക്കാ മിഷന് വേണ്ടി പോകുന്നത്. ഞങ്ങൾ മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങി അതിനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ പോകേണ്ട ദിവസമായപ്പോൾ എന്റെ അളിയൻ മരിച്ചു. എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. ആ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു. അവൾ 10-38 വയസ്സേ അവൾക്കുള്ളൂ. ആ സമയത്ത് അളിയൻ മരിച്ചു. ഞങ്ങളുടെ പോകേണ്ട യാത്രയുടെ ദിവസങ്ങൾ 4-5 ദിവസങ്ങൾ നീട്ടി വെച്ച് വേണ്ടി ഞങ്ങളുടെ യാത്ര ഒട്ടും സാഹചര്യം അനുകൂലമല്ല, വളരെ പ്രതികൂലമായ സാഹചര്യം. കാരണം പെങ്ങളുടെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ സഹായിക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അത് ക്രമീകരിച്ചോളാം എന്ന് എന്നോട് പറഞ്ഞു. നിന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്തോ എന്നുള്ളൊരു ഉറപ്പ് കൂടി അവർ നൽകിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ഖാണ്ഡവയിൽ പോയി. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരാൻ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ഈ കേരളത്തിൽ കൊറോണയുടെ വ്യാപനം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റാതെയായി. അപ്പോഴത്തേക്ക് 8 മാസം കഴിഞ്ഞ് 9 മാസത്തിലേക്ക് ആകാറായി. അങ്ങനെയുള്ള പ്രതിസന്ധികളോടൊക്കെ കടന്നു പോയപ്പോഴും അങ്ങനെ ഒട്ടും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ് പ്രശ്നങ്ങള്, അങ്ങനെയുള്ള എല്ലാവർക്കും പനി പിടിച്ചു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കടന്നുപോയി. എങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് ഒരു സുവിശേഷമായിട്ട് പോകാനുള്ള ഒരു കൃപ കർത്താവ് നൽകിയപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഇപ്പൊ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എവിടെ ആയിരുന്നാലും അവിടെയൊക്കെ ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യത്തിൽ നമുക്ക് പിന്മാറാൻ ഒരിക്കലും അതിന് നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അതിൽ അഹംഭാവത്തിന് വകയില്ല, പകരം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പൗലോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം. ആ ദൗത്യം ഞാൻ നിർവഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുമ്പോൾ നമ്മളെ സഭയുടെ പഠനങ്ങൾ നമ്മൾ ഓർപ്പിക്കുന്നു, മാർപ്പാപ്പന്മാരെ ഓർപ്പിക്കുന്നു, ജോൺ പോൾ പാപ്പ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ദൗത്യം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ, വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അത് ഉപേക്ഷിക്കാതെ നിർവഹിക്കാതെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ അത് വേണ്ട എന്ന് വെച്ചാൽ നാം രക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി ശിക്ഷിക്കപ്പെടുമെന്ന് കൂടി സഭയുടെ ഡോക്യുമെന്റ്, രക്ഷകന്റെ മിഷൻ എന്ന ഡോക്യുമെന്റിൽ മാർപ്പാപ്പ അല്ലെങ്കിൽ പാപ്പ, സ്നേഹമുള്ള പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബനാഥൻ കുടുംബത്തിൽ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാ. കുടുംബത്തിന്റെ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തുടങ്ങേണ്ട ആ ദൗത്യമാണ് അരങ്ങത്തേക്ക് എത്തേണ്ടത് എന്നാണ് സഭ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിലെ ദൈവം നൽകിയ ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ അവരോട് പെരുമാറുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ സുവിശേഷമായി ജീവിച്ചുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത്. ഒരു ഭവനത്തിലെ അമ്മ ആ കുടുംബത്തിൽ ആ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് വിളമ്പി അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ ഭക്ഷണം വെച്ച് വിളമ്പി അവരെ സ്നേഹത്തോടെ പരിപാലിച്ചുകൊണ്ടാണ് ആ സ്നേഹത്തിന്റെ സുവിശേഷമാണ് മറ്റുള്ളവരിലേക്കും ലോകത്തിന്റെ അതിർത്തികളവരെ പകർന്നു കൊടുക്കേണ്ടത്. ഒരു യുവതി യുവാവും എല്ലാവരും അവിടെ എവിടെ ആയിരിക്കുന്നുവോ അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ സുവിശേഷം ജീവിക്കണമെന്നാണ് സഭയും വിശുദ്ധ ബൈബിളും അല്ലെങ്കിൽ എല്ലാ സഭ അല്ലെങ്കിൽ നമ്മൾ എല്ലാം ദൈവം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ ആയിരുന്നാലും ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും അവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്ക് ആകണം. നമ്മൾ കണ്ടിട്ടുണ്ട് താമര ചെളി കുണ്ടിലാണ് വിരിയുന്നത്. അത് വിരിഞ്ഞു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു 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 കാഴ്ചയല്ല നമുക്ക് ഉണ്ടാകുന്നത്. ഇത്ര മനോഹരമാണ്. അതിന്റെ സാഹചര്യം ഒരു അനുകൂലവുമല്ല. പക്ഷെ അതിൽ നിന്ന് വിരിഞ്ഞുണ്ടാകുന്ന താമര കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സന്തോഷവും ഒരു എന്താ പറയുക അതിന്റെ ഒരു പരിമളമൊക്കെ നമുക്ക് നിറയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളവരായിട്ട് മാറണമെങ്കിൽ, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ആർജവമുള്ളവരായിട്ട് മാറണമെങ്കിൽ, നമ്മളൊക്കെ ധൈര്യമുള്ളവരായിട്ട് മാറണമെങ്കിൽ നമ്മളൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മുടെ ദൗത്യം നിർവഹിക്കാനാകണം. നമുക്ക് ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാൻ അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കാൻ ആകുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു അപ്പനായിട്ട് മാറാൻ എനിക്ക് സാധിക്കില്ല. എന്റെ കുടുംബം ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറിയില്ലെങ്കിൽ അനേകർക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുന്ന ക്രിസ്തുവിന്റെ പ്രകാശം മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് മാറാൻ എനിക്കോ എന്റെ കുടുംബത്തിനോ സാധിക്കാതെ പോകും.
ഒരു ഇടവക സമൂഹം അങ്ങനെ മറ്റുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുന്ന അയൽ ഇടവകയിലോടോ തങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള മറ്റുള്ള അക്രൈസ്തരായ മറ്റുള്ളവരോടൊക്കെ അല്ലെങ്കിൽ തങ്ങളുടെ ഇടവകയിൽ തന്നെ ആവശ്യങ്ങളുള്ളവരോട് വേണ്ട വിധത്തിൽ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഇടവക എപ്പോഴും പരാജയത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പ്രകാശമില്ലാതെയായി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരു വ്യക്തിയായിരുന്നാലും സമൂഹമായിരുന്നാലും കുടുംബമായിരുന്നാലും ആര് തന്നെ ആയിരുന്നാലും അവിടെ എല്ലാം ഈ ലോകത്തിന്റെ ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ. അത് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ രക്ഷകനും അതിന് കർത്താവുമായ ക്രിസ്തു ഏറ്റവും സ്നേഹത്തോടെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ മഹാദൗത്യം ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയി നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. അത് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അതെല്ലാവരോടും പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇവിടെ ഓരോരുത്തരും ഇവിടെ വന്ന് ഒരു ഇടവകയിൽ പട്ടോ ഇടവകയിൽ ഇങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം ഒരു അവസരം നൽകിയപ്പോൾ അതിന് സന്നദ്ധ പ്രകടിപ്പിച്ച് വന്നപ്പോൾ പരിശുദ്ധാത്മാവാണ് ബാക്കിയെല്ലാം നമ്മളിലൂടെ ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ദൗത്യം നിർവഹിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈശോ മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊക്കെ ഒരു വാഗ്ദാനം നൽകിയല്ലോ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് പറയാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, അരിമത്തിയായ ജോസഫിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അരിമത്തിയാക്കാരൻ ജോസഫിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് അവനെ കുറിച്ച് പറയാൻ ഇടവന്നത്. അവൻ നീതിമാനും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച വ്യക്തിയുമായിരുന്നു. അവൻ മറ്റു ക്രൂരതകളൊന്നും ചിന്തിക്കാതെ ക്രൂരമായി അവൻ വേണമെങ്കിൽ ചിന്തിക്കുകയും എല്ലാവരെയും പോലെ ചിന്തിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ആ ആലോചനകളിലൊന്നും പങ്കുചേരാതെ അവൻ ദൈവം ഏൽപ്പിച്ച അവന്റെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകാൻ ഇടയായത് ഈ ഒരു ദൗത്യബോധം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. മാമോദിസ സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്ന അല്ലെങ്കിൽ സുവിശേഷം ഏകണമെന്ന ആ ദൗത്യബോധം ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകണം. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ചെയ്താണ്. അത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഒരു കുടുംബത്തിൽ അപ്പനായി ജീവിക്കുമ്പോഴും സഹോദരനായി മക്കളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ആ ഒരു ദൗത്യബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മളിൽ ഈ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാനും ആ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവരാജ്യത്തിന്റെ ആ അനുഭവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിച്ച് എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം പൂജിതമാണമേ, അങ്ങനെ രാജ്യം ഇവിടെ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ കാലസമ്പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഈ കാലസമ്പൂർണ്ണതയിൽ ഇവിടെ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ സംജാതമാവുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ സ്വർഗത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്നെന്നും എവിടെയായിരുന്നാലും എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ, അങ്ങനെ ഈശോ പറയുന്നത് പോലെ എല്ലാ സൃഷ്ടികളോടും അന്തോണീസ് പുണ്യാളനും അല്ലെങ്കിൽ അസിസി പുണ്യാളനൊക്കെ അസിസി പുണ്യാളൻ ചെന്നായോട് സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു. അന്തോണീസ് പുണ്യാളൻ മീനുകളോട് സുവിശേഷം പ്രഘോഷിച്ചു. അന്തോണീസ് പുണ്യാളനും അസിസി പുണ്യാളനും മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്. അവർക്ക് നൽകപ്പെട്ട ആത്മാവിന്റെ അഭിഷേകം തന്നെയാണ് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് നമ്മളിലേക്ക് അവിടെ ചൊരിഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ കാര്യമാണ് ഇതൊക്കെല്ലാം. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. 2 ദിവസം മുമ്പും കണ്ടു, 2 പേരെ ആന ചവിട്ടിക്കൊന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ സ്നേഹത്തോടെ നമുക്ക് അതിനെ നോക്കി കാണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ലിജു അച്ഛൻ പങ്കുവച്ച ഒരു കാര്യമുണ്ട് ഞങ്ങളോട്. അച്ഛൻ വയനാട്ടിൽ ആയിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് വഴിക്ക് കാടിനോട് സമീപമാണ് അച്ഛന്റെ ഹൗസൊക്കെ ആയിരിക്കുന്നത്. അച്ഛൻ ഞങ്ങളൊരു വീഡിയോ കാണിച്ചു തന്നു. അച്ഛന്റെ ഹൗസിൽ കഴിഞ്ഞ ദിവസം ആന വന്ന സമയത്ത് അച്ഛനാണ് പറയുന്നത്, പുറത്തേക്ക് എന്ന് സ്നേഹത്തോടെ പറയുന്ന ഒരു രംഗം അച്ഛൻ കാണിച്ചു. അച്ഛന്റെ സൗണ്ടൊക്കെ ഞങ്ങൾക്ക് കാണാം. ഇന്ന് ഞങ്ങൾ അച്ഛൻ കൊന്ത കെട്ടും. അപ്പൊ കൊന്ത കെട്ടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വീഡിയോസ് അങ്ങനത്തെ എടുത്ത സമയത്ത് ഞങ്ങളെ കാണിച്ചാൽ ഞങ്ങളുടെ ഹൗസിൽ ആന വന്നു എന്ന് പറഞ്ഞു. അവരുടെ വരെ സ്നേഹത്തിന്റെ സുവിശേഷം ഉള്ളിലുള്ള മനസ്സിലായി ആ ദൗത്യം എല്ലാവരോടും എല്ലാ സൃഷ്ടികളോടും ആ ദൗത്യം നിർവഹിക്കണമെന്നുള്ള ഉത്ബോധ്യമുള്ള വ്യക്തികൾക്ക് എല്ലാവരോടും അത് നിർവഹിക്കാനാകുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്റെ കുരിശുമരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ നമ്മൾ രക്ഷിച്ച് അതിന്റെ അനുസ്മരണത്തിലൂടെ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അവന്റെ ഉദ്ധാനത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ, അവന്റെ മഹത്വീകരണത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ തക്ക വിധത്തിൽ, അവൻ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നേരിട്ടുന്ന ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്താൽ നിറയപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർച്ചയോടെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ജനി, പ്രിയപ്പെട്ടവരെ, നമുക്ക് ജനിയെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകമായിട്ട് ഫ്രാൻസിയേറ്റ് ഓർമ്മിച്ചതുപോലെ 6 കുട്ടികളുടെ അപ്പനാണ്, വലിയൊരു മിഷണറിയാണ്. നമ്മുടെ ഈ ഒരു തീർത്ഥ യാത്രയിലെ ഇതിന്റെ ബ്രോഷർ എല്ലാം ഓരോ ദിവസവും ആളുകളുടെ ഫോട്ടോ വെച്ചുള്ള ബ്രോഷർ എല്ലാം ചെയ്തത് ജനിയാണ്. ദൈവം നമുക്ക് തന്ന വിവിധങ്ങളായ താഴ്ന്നുകൾ നന്മകളെല്ലാം
ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ദൈവം നമ്മളെല്ലാം സഹായിക്കുകയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കുക. നമുക്ക് ഒരുമിച്ച് നമുക്ക് ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം കഴിഞ്ഞുപോയ ദിവസങ്ങളിലൂടെ വചനം പ്രഘോഷിച്ച് എല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കുക. നമുക്ക് പരസ്പരം കണ്ട് മുഖം കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ആട്ടെ, ആണോ ചേച്ചി വെളിച്ചമില്ലാഞ്ഞിട്ടും ചെറിയ വെളിച്ചത്തിൽ വന്നു മതി, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയമെടുക്കുകയാണ്. ജനയെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം, കുഞ്ഞു മക്കളെ ഓർക്കാം, ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ധാരാളം ഇതുപോലുള്ള ശുശ്രൂഷക കുടുംബങ്ങൾ, മിഷണറി കുടുംബം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഒപ്പം കഴിഞ്ഞുപോയ ദിവസങ്ങളിലൂടെ ഒക്കെ വചനം പങ്കുവെച്ച എല്ലാവരെയും ഓർക്കാം. തുറന്നു വരും നാളെ റമീജിസ് പിതാവാണ്, നമ്മുടെ രക്ഷാധികാരിയായ പിതാവാണ് വചനം പങ്കുവെക്കുന്നത്. ആ വരുന്ന പിതാവിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ജനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മിഷണറി ചൈതന്യവും തീഷ്ണതയും കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. തനിക്കുള്ള എല്ലാ കഴിവുകളും ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അവിടുന്ന് കൃപ നൽകുന്നതിനെ ഓർത്ത്, നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തന്നെ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. നമുക്കെല്ലാം ഒന്ന് ഓണാക്കി നമ്മുടെ മുഖമൊക്കെ ഒന്ന് കണ്ടാൽ പരസ്പരം കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാലോ. നമ്മുടെ നിരവധിയായ പ്രാർത്ഥനകളുണ്ട്, നിരവധിയായ നിയോഗങ്ങളുണ്ട്, നിരവധിയായ ആവശ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം കൂടിയാണ് നമ്മൾ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നാം വിവിധ സ്ഥലങ്ങളിലാണ്, പക്ഷെ ഒരപ്പന്റെ മക്കളാണ്. ഒരാത്മാവിൽ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ഹൃദയത്തോടെ പരസ്പരമുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ ഒരുമിച്ച് പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നാം ഒരപ്പന്റെ മക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ ഒരു കുടുംബമാണ്, ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേർ ഏക മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം തരുമെന്ന ദൈവത്തിന്റെ വാക്ക്, അത് ഉറപ്പുള്ള വാക്കാണ്, വിശ്വസ്തമായ വാക്കാണ്. ആ വാക്കിൽ വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി, മൈക്കൊക്കെ ഒന്ന് ഓണാക്കി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വലിയ ശക്തിയായി മാറും. നമ്മുടെ നിയോഗങ്ങളൊക്കെ പൂർത്തിയാക്കപ്പെടാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ഒരു കുടുംബത്തിന്റെ വലിയ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ കർത്താവെ നിന്റെ ക്രൂശിതമായ കരങ്ങളാൽ ആശീർവദിക്കുന്നതിനെ ഓർത്തും അവയെല്ലാം പൂർത്തിയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. രോഗികളായിട്ടുള്ളവർ സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയുള്ള റോബിനെയും കുടുംബത്തെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് അപ്പച്ചനെ കൊടുത്ത ഏതാനും മണിക്കൂറുകൾ മുമ്പ് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി, ഐസിയുലായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മകന് വേണ്ടി. കർത്താവെ, ഒപ്പം ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, കർത്താവെ കടബാധ്യതകൾ, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബത്തിലെ പരസ്പരമുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ നിരവധി ജോലി മേഖലകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും മുഖം കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ കർത്താവെ നിന്റെ സ്നേഹത്താൽ നീ ആശീർവദിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവയെല്ലാം പൂർത്തിയാക്കാൻ, സമയത്തിൽ അവയെല്ലാം പൂർത്തിയാക്കാൻ നീ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മാവെ, ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ നീ ആശീർവദിക്കണമേ. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നീ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് ഈ സമയം കണ്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തന്നെയാണ് സഭ. മാമോദീസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരുടെ സഭയാണ്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ പരിശുദ്ധ സഭയെ ഓർക്കുന്നു, ഫ്രാൻസിസ് പാപ്പയെ ഓർക്കുന്നു, പിതാക്കന്മാരെ ഓർക്കുന്നു. നിരവധി പ്രയാസങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നേ ഉള്ളൂ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ അമ്മയാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന, ഉദാശകളിലൂടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന, സ്വർഗത്തിലേക്ക് പോകാൻ നമ്മെ ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ് നമ്മുടെ സഭ. ആ അമ്മയാകുന്ന സഭയിൽ നിരവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെയുണ്ട്. നമ്മളല്ലാതെ ആര് പ്രാർത്ഥിക്കും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ അമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി? അതുകൊണ്ട് ഈ സമയം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർക്ക് കുടുംബമായിട്ടായിരിക്കുന്നത്, അവർ കരങ്ങളൊന്ന് കോർത്തു പിടിക്കുക. ഭാര്യ ഭർത്താക്കന്മാരാകാം, മാതാപിതാക്കളും മക്കളുമാകാം. ഒരുമിച്ചിരിക്കുന്നവർ കരങ്ങളൊന്ന് ഓർത്തു പിടിക്കാം. ബാക്കിയുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനുള്ള എല്ലാവരെയും ചേർത്തുകൊണ്ട്
പ്രിയപ്പെട്ടവർ, ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള അച്ഛൻ ഈ സമയം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഒറ്റയ്ക്ക് ബലിപീഠത്തിൽ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വിശുദ്ധ ബലിയോട് ചേർന്നുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ വാരാഴ്ചത്തിലേക്ക് വരികയാണ്. സഭയിലെ മുഴുവൻ മക്കളും കുമ്പസാരിക്കുന്ന സമയമാണ്. ഉദാശകൾ പങ്കുചേരുന്ന സമയമാണ്. നാളെ അവസാന ഞായറാണ്. ഇങ്ങനെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പരിശുദ്ധ സഭയെ ബലപ്പെടുത്താൻ, സഭയിൽ അംഗമായിരിക്കുന്ന ഓരോരുത്തരും ആ വലിയ കൃപയിൽ വളരാൻ, വലിയ പ്രേക്ഷിത മിഷണറിമാരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസ് പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഭയുടെ എല്ലാ മുറിവുകളും ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ മിഷണറി ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള സഭയെ, ഭാരത സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുറമലബാർ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സുറമലങ്കര സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലത്തീൻ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ റീച്ചുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ കൂട്ടായ്മയായ ഹോളിഹോം മിനിസ്ട്രിയെ ഓർക്കാം. സഭയിൽ ഈ ഒരു കൂട്ടായ്മയെ ദൈവം വളർത്തുന്നത് കുടുംബങ്ങളുടെ നവീകരണത്തിനാണ്. കുടുംബത്തിന്റെ ആ സാക്ഷ്യത്തിൽ, ലക്ഷ്യത്തിൽ ജീവിക്കാനാണ്. ഓരോ കുടുംബവും സ്നേഹത്തിലും ജീവനിലും വളരാൻ വേണ്ടിയാണ്. ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ ഓരോ കുടുംബങ്ങളെ മാനസികമായി, ആത്മീയമായി, ഭൗതികമായി സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ ക്രൈസ്തവ കുടുംബത്തെയും മിഷണറി കുടുംബമാക്കാനാണ്. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി മരിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ദൈവവിളികളുള്ള സമ്പന്നതയുള്ള കുടുംബമായി മാറാൻ നമ്മൾ ഈ കൂട്ടായ്മ ദൈവം കൊണ്ടുവന്നതാണ്. പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വൈദികർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രേക്ഷിത തീഷ്ണത കൊണ്ട് ജ്വലിക്കാൻ ദൈവം ഈ കൂട്ടായ്മയെ കൊണ്ടുവന്നതാണ്. ഹോളിഹോം കർത്താവിന്റെ മനസ്സിൽ വിരിഞ്ഞ മിനിസ്ട്രിയാണ്. നാം ഓരോരുത്തരും അതിൽ അംഗമാകുമ്പോൾ കർത്താവിന്റെ സ്വപ്നം പൂർത്തിയാക്കാനായിട്ടാണ് കർത്താവ് വിളിക്കുന്നത്. ഈ ഒരു മിനിസ്ട്രി രക്ഷാധികാരികളായ പ്രിയപ്പെട്ട റെമിജിസ് പിതാവിനെയും അലക്സ് വടക്കന്തല പിതാവിനെയും ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നേർവഴിയിൽ ആത്മനിറവിൽ നയിക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് എല്ലാ പുരോഹിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയുടെ ആയിരിക്കുന്ന ഇനി ആകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇതിന്റെ തുടക്കം മുതൽ ഇന്നോളമുള്ള എല്ലാവരും, മരിച്ചുപോയിട്ടുള്ളവരുണ്ട്, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ ഫിസിക്കൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നാളെയും കൂടി ഈ ഇടവകയിൽ ഈ ഒരു ധ്യാനം നടക്കുകയാണ്. നാളെ കഴിഞ്ഞ് മുതൽ 3 ദിവസമായി തൊട്ടടുത്ത വെള്ളിക്കൽ പള്ളിയിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് മിഷൻ യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, മിഷനിലേക്ക് വരേണ്ട ഒരു കുടുംബത്തിൽപ്പെട്ട ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ റോബിന്റെ അപ്പച്ചനാണ് ഐസിയുലായിരിക്കുന്നത്. നമുക്ക് ആ കുടുംബത്തെ ഓർക്കാം. എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം മിഷൻ യാത്രയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുക്കാം. 10ാം ക്ലാസ് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്. മറ്റെല്ലാം ദൈവകരങ്ങളിൽ കൊടുത്ത് നമ്മുടെ കൂട്ടായ്മയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ ആത്മാവ് വഴി നടത്തട്ടെ. കർത്താവിന്റെ ആത്മാവ് ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി കൂട്ടായ്മയെ ശക്തിപ്പെടുത്തട്ടെ. ആത്മീയമായി, മാനസികമായി, ഭൗതികമായി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാവർക്കും അനുഗ്രഹമാകാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രാർത്ഥനയുടെ കോട്ടയാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ കോട്ടയാൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അവിടുന്ന് സംരക്ഷിക്കണമേ, വേലികെട്ടി സംരക്ഷിക്കണമേ. കുടുംബങ്ങളുടെ അനുഗ്രഹമായി, കൃപയായി, മിഷണറി കുടുംബങ്ങളെ പരിപാലിക്കുന്ന കൂട്ടായ്മയായി ഈ കൂട്ടായ്മയെ വളർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് തേടാം. നാം സ്വർഗത്തിൽ എത്തുന്നത് വരെ അവരുടെ വലിയ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. അവരുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലഹയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. നമുക്ക് ഒരുമിച്ച് കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നന്ദി പറയാം. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ
സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാനിൻ ഉദരബലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാനിൻ ഉദരബലം തന്നെ. ഓ ജീവന്റെ മന്നാനിൻ ഉദരബലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഒരുമിച്ചുള്ള ഈ 40 ധ്യാനം നാളെ സമാപിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട റെമിജിസ് പിതാവാണ് ഒരുമിച്ച് വരുന്നത്. നമുക്കറിയുന്ന എല്ലാവരെയും നമുക്ക് നാളെ ഒരുമിച്ച് നമ്മുടെ ഈ ഓൺലൈനിൽ കൊണ്ടുവരാം. വിശുദ്ധ വലിയ ആഴ്ചയിലേക്ക് ഈ ഒരു ധ്യാനത്തോടെ നമുക്ക് പ്രവേശിക്കാം. ഇതുവരെ വന്നിട്ടില്ലാത്തവരായാലും കുഴപ്പമില്ല, നമുക്ക് പരിചയമുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. അങ്ങനെ പിതാവിന്റെ ആ ഒരു ചിന്തയോടുകൂടി നമ്മുടെ ഈ ഓൺലൈൻ 40 ദിവസത്തെ ധ്യാനം നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോഴും തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നാളെ നമുക്കെല്ലാം ഒരുമിച്ച് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എന്ത് ചെയ്യാണ്